ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നിങ്ങളിപ്പോ ഫ്രീ ആയല്ലോ, നമുക്ക് പോയി CCTV ഫുട്ടേജ് പരിശോധിച്ചാലോ? ആ നോക്കാം. ആ ഫുട്ടേജ് റെഡിയാക്കി വെക്കാൻ ഞാൻ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി വാ. ഞാൻ ദിനേശിനെ വിളിപ്പിച്ചത് ഒരു കാര്യം ചോദിക്കാനാണ്. ചോദിച്ചോളൂ സാർ. ഇവിടെ മാഡത്തിന്റെ ലാപ്ടോപ്പിൽ ഫിക്സ് ചെയ്തിരുന്ന ഒരു പെൻഡ്രൈവ് നഷ്ടപ്പെട്ടു. അതിവിടെ ക്യാബിനിൽ വെച്ച് ഇന്നലെയാണ് നഷ്ടപ്പെട്ടത്. ഇന്ന് രാവിലെ നോക്കുമ്പോൾ അത് കാണുന്നില്ല. ക്യാബിൻ വൃത്തിയാക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് കണ്ടായിരുന്നോ? നിങ്ങളുടെ ആരുടെങ്കിലും കയ്യിൽ അത് കിട്ടിയോ? ഇല്ല സാർ, അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ എൻ്റെ കീഴിലുള്ള സ്റ്റാഫ് അതെന്നെ അറിയിക്കും. പക്ഷെ ഇതുവരെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ഇന്നലെ ഫയർ അലാം ഉണ്ടായതുകൊണ്ട് എല്ലാവരും ആകെ വെപ്രാളത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പലതും കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എന്തായാലും ഒന്നുകൂടി നല്ലോണം നോക്കണം. ആ, എന്നിട്ടത് കിട്ടിയാൽ അപ്പോൾ എന്നെ അറിയിക്കുകയും വേണം. ശരി സാർ. എന്നാൽ ദിനേശും പക്കം. ഓക്കെ. ഋഷി, ഇനിയിപ്പോ പെൻഡ്രൈവ് കിട്ടുമോ? അത് നഷ്ടപ്പെട്ടാൽ കൂടുതൽ അപകടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻ കേസ് ആരുടെയും കയ്യിൽ കിട്ടിയിട്ട് അത് നശിപ്പിക്കപ്പെട്ട നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നോക്കാം ചേച്ചി. ആ പെൻഡ്രൈവ് ആരുടെ കയ്യിൽ കിട്ടിയാലും അയാളെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. അതിന് ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ. ദൈവമേ, അച്ഛൻ പിടിക്കപ്പെടുമോ? ആ പെൻഡ്രൈവ് ആരോ മനഃപൂർവ്വം എടുത്തു മാറ്റിയതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വെറുതെ ഒന്നും ആരും അതെടുത്തു മാറ്റില്ല. സിദ്ധുവിനെയോ കമ്പനിയെയോ അപകടത്തിലാക്കാനുള്ള ഏതോ വലിയൊരു ഗൂഢാലോചനയുടെ വിവരങ്ങൾ ആ പെൻഡ്രൈവിനുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേച്ചി പറഞ്ഞത് 100% വാസ്തവമാണെന്ന് എനിക്കും തോന്നുന്നു. ആദ്യം ഇതൊരു നിസ്സാര കാര്യമായിട്ടാണ് ഞാൻ കരുതിയത്. പക്ഷേ ചേച്ചിയുടെ വാക്കുകൾ കേൾക്കുമ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞില്ലേ, പെൻഡ്രൈവ് എടുത്തു മാറ്റിയ ആളെ കണ്ടെത്താനുള്ള മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് ചേച്ചി. ആദ്യം നമുക്ക് ഇവിടുത്തെ CCTV ഫുട്ടേജ് ഒന്ന് പരിശോധിക്കണം. ഫയർ അലാം കേട്ട് എല്ലാവരും ഇവിടെ നിന്ന് പോയപ്പോൾ ആരാണ് ദേവിയേച്ചിയുടെ ക്യാബിനിലേക്ക് വന്നതെന്ന് CC ക്യാമറ വിഷ്വൽസിൽ നിന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. അത് പരിശോധിച്ചാൽ കുറ്റവാളിയെ നമുക്ക് കൈയോടെ പിടികൂടാം. ഇത് കുഴപ്പമാവുമല്ലോ. ഋഷി പറഞ്ഞത് ശരിയാ, നമുക്ക് CCTV വിഷ്വൽസ് പരിശോധിക്കണം. അതെ, ക്ലയന്റ് മീറ്റിംഗ് 10:30 അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ സംസാരിച്ച് നിന്നാൽ അത് വൈകും. മീറ്റിംഗിൽ പങ്കെടുക്കേണ്ട എല്ലാവരും എത്തിക്കഴിഞ്ഞു. സോ ഇപ്പൊ തന്നെ നമ്മൾ മീറ്റിംഗിന് പോകണം. അപ്പൊ CCTV വിഷ്വൽസ് ആദ്യം ഈ മീറ്റിംഗിന്റെ തിരക്കുകളൊന്ന് കഴിയട്ടെ, എന്നിട്ട് CCTV ഫുട്ടേജ് ചെക്ക് ചെയ്താൽ പോരെ? എന്താ അത് പോരെ? മതി. എന്നാ നമുക്ക് കോൺഫറൻസ് ഹാളിലേക്ക് പോയാലോ? മീറ്റിംഗിന് ഞാൻ പങ്കെടുക്കേണ്ടതൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ചെല്ലും. മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ വന്നിട്ട് CCTV ഫുട്ടേജ് പരിശോധിക്കാം. ശരി ചേച്ചി, എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. ശരി. ഹായ്, ഗുഡ് മോർണിംഗ് എവരിബഡി. സോറി, ഇത്തിരി വൈകിപ്പോയി. മാത്രമല്ല, ദേവിക മേഡത്തെ നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അറിയാം. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ഈ മീറ്റിംഗിൽ ദേവിക മേഡത്തിന് പങ്കെടുക്കാനാവില്ല. മേഡത്തിന് ചില അസൗകര്യങ്ങളുണ്ട്, ക്ഷമിക്കണം. മാഡത്തിന്റെ അഭാവം ഉണ്ടെങ്കിലും മാഡത്തിന്റെ അനാലിസിസ് അനുസരിച്ചുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഋഷിയേട്ടൻ നമ്മുടെ കമ്പനിയുടെ നിലപാടുകൾ നിങ്ങളോട് അവതരിപ്പിക്കും. എന്നാ പിന്നെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം.
എക്സ്ക്യൂസ് മീ ഏട്ടാ. അത്യാവശ്യ കോളാണെങ്കിൽ നീ പുറത്ത് അറ്റൻഡ് ചെയ്തോ, ഞാനിത് കണ്ടിന്യൂ ചെയ്തോളാം. സോറി, എന്നാൽ പിന്നെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഋഷി, മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു. എനിക്ക് മീറ്റിംഗിൽ പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ മാനസികാവസ്ഥ ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. ചേച്ചി കൂടി അവിടെ ഉണ്ടാവണമായിരുന്നു. സാരമില്ല, ചേച്ചിയുടെ അഭാവം ഉണ്ടായിരുന്നെങ്കിലും ചേച്ചി നൽകിയ അനാലിസിസ് ആണ് ഞങ്ങൾക്ക് മീറ്റിംഗിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിച്ചത്. വളരെ പോസിറ്റീവായ റെസ്പോൺസാണ് ക്ലയൻസിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയത്. ദേവികേച്ചി കാരണം ഇന്നത്തെ മീറ്റിംഗ് വളരെ വലിയ വിജയമായി. കൺഗ്രാജുലേഷൻസ് ചേച്ചി. കൺഗ്രാജുലേഷൻസ്. നിങ്ങൾ ഈ പറയുന്ന കേട്ട് എനിക്ക് സന്തോഷം തോന്നുന്നുവെങ്കിലും പെൻഡ്രൈവിന്റെ കാര്യം മനസ്സിലുള്ളത് കൊണ്ട് ആ ടെൻഷൻ മാറുന്നില്ല. നിങ്ങളിപ്പോ ഫ്രീ ആയല്ലോ, നമുക്ക് പോയി CCTV ഫുട്ടേജ് പരിശോധിച്ചാലോ? ആ, നോക്കാം. ആ ഫൂട്ടേജ് റെഡിയാക്കി വെക്കാൻ ഞാൻ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി വാ. കുട്ടാ, എന്താ മലാകെ? ഞാനിപ്പോ വരാം. കുട്ടൻ ഇവിടെ നിന്ന് എവിടേക്കും പോവാതെ ഇവിടെ തന്നെ ഇരുന്ന് കളിച്ചോണം, കേട്ടല്ലോ? ഞാൻ പറഞ്ഞ കേൾക്കുമല്ലോ? ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ആ മലാകെ, പോയി വരുമ്പോ എന്റെ ഹോഴ്സിന് ഈഗിളിനും ഫുഡ് കൊണ്ട് തരുമോ?